നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. മൈ എക്സ്പീരിയൻസ് ഇൻ പോലീസിൻ്റെ 51ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ സേവനാവകാശ നിയമം എന്ന് പറയുന്ന നിയമവും അത് നമ്മളെ പോലീസ് വകുപ്പിലെ അതിൻ്റെ ദയനീയ അവസ്ഥയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കാസർഗോഡ് ഭരണവിഭാഗം DYSP ആയിട്ട് ഇരിക്കെ കേരള പോലീസിൽ അല്ലെങ്കിൽ അന്ന് കാസർഗോഡ് ജില്ലയിൽ ഒരു ഫയൽ എൻ്റെ മുമ്പാകെ വരികയുണ്ടായി. ആ ഫയലെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ അതിന് തൊട്ട് തലേ മാസം ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങളുടെ കണക്ക് ആണ് ആ ഫയലിലുണ്ടായിരുന്നത്. ആ സേവനങ്ങളുടെ കണക്കിൻ്റെ ഫയലൊന്ന് തുറന്നു നോക്കിയതിൽ അത് ശരിയല്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നു. കള്ളക്കണക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് എല്ലാ മാസവും എല്ലാ ജില്ലകളിൽ നിന്നും കള്ളക്കണക്ക് കൊടുക്കും. സേവനാവകാശ നിയമപ്രകാരം ആയിരക്കണക്കിന് പരാതികൾ മറ്റ് സേവനങ്ങളും സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കി എന്ന കള്ളക്കണക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പരിശോധിച്ചതിൽ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണെന്നും സേവനാവകാശ നിയമപ്രകാരം ഒരു സേവനവും ഈ കാസർഗോഡ് ജില്ലയിൽ ഈ എൻ്റെ മുൻപാകെ എത്തിയിട്ടുള്ള മാസം നൽകിയിട്ടില്ല എന്നും ഇത് തെറ്റാണെന്നും ആ ഫയലിൽ നോട്ട് എഴുതി കൊടുത്തു. ജില്ലാ പോലീസ് മേധാവി ഫയൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ എന്തായാലും ശരി സെക്ഷനിലെ ക്ലർക്കിനെ ഡിസ്കഷന് വിളിച്ചു. ഇത് പറയുന്നത് എന്താണെന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു. അപ്പോൾ ക്ലർക്ക് പറഞ്ഞു അത് ഭരണവിഭാഗം DYSP അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരിയാവാം. നമുക്ക് താഴെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ കണക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട കണക്കാണോ എന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അത് കള്ളക്കണക്കാണ്. അപ്പം SP ചോദിച്ചു, ഇത് മുൻ മാസങ്ങളിൽ നമ്മൾ കൊടുത്തേക്കുന്നതും കള്ളക്കണക്കാണല്ലോ എന്ന് പറഞ്ഞു. തിരികെ പറഞ്ഞാൽ ഈ ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് പോലീസ് ആസ്ഥാനവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ പോലീസ് ആസ്ഥാനത്തെ ക്ലർക്ക് SP ഓഫീസിലെ ക്ലർക്കിനെ വരട്ടി. തന്നുകൊണ്ടിരിക്കുന്ന കള്ളക്കണക്ക് വീണ്ടും തന്നാൽ മതി, കൂടുതൽ മാറ്റമൊന്നും വരുത്താൻ പോകണ്ട, യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടണമെന്നൊന്നുമില്ല, നിങ്ങളെങ്ങനെയാണോ മുൻ മാസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നാൽ മതി എന്ന് പോലീസ് ആസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ നേതാവ് ജില്ലാ ആസ്ഥാനത്തെ ട്രേഡ് യൂണിയനിലേക്ക് അറിയിച്ചു. കാരണം പോലീസ് ആസ്ഥാനം ഭരിക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളാണ്, സംഘടനാ നേതാക്കളാണ്. അവർക്ക് ചില വെളിച്ചപ്പാടുകൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ തന്നെ അങ്ങനെയാണ് പെട്ടിട്ടുള്ളത്. എന്തായാലും ശരിയായാലൊന്നും സംഭവിച്ചില്ല. കാസർഗോഡ് ജില്ലയിലെ ഭരണവിഭാഗം DYSP ആയിട്ട് ഞാൻ എഴുതിയ നോട്ടിനെ മറികടന്നുകൊണ്ട് ഈ കള്ളക്കണക്ക് കൊടുത്തു. ഈ കള്ളക്കണക്ക് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്കുകൾ പ്രകാരം ഓരോ മാസവും ഒരു വർഷവും 10,000 കണക്കിന് സേവനങ്ങൾ ജനങ്ങൾക്ക് പോലീസ് നൽകുന്നുണ്ടെന്നാണ് കണക്ക് കൊടുക്കുന്നത്. ഏതായാലും ഇടുക്കി ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ ക്ലാസ് കൊടുത്തിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞാൻ കൊടുത്തുകൊണ്ടാണോ എന്നറിയില്ല, ഇടുക്കി ജില്ലയിൽ ഞാനൊരു വിവരാവകാശം ചോദിച്ചു. ഈ ജില്ലാ പോലീസിൽ കൊടുക്കുന്ന കണക്ക് പ്രകാരം എത്ര സേവനമാണ് ഇന്ന കാലഘട്ടത്തിൽ സേവനാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ മറുപടി തന്നു, ഈ ജില്ലയിൽ നിന്നും സേവനങ്ങളൊന്നും സേവനാവകാശ നിയമപ്രകാരം ആർക്കും ലഭ്യമാക്കിയിട്ടില്ല എന്ന്. അതും കള്ള മറുപടിയാണ്. കാരണം ഇടുക്കി ജില്ലയിൽ നിന്നല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ മാസം കഴിയുന്തോറും കഴിഞ്ഞ മാസം നൽകിയ സേവനത്തിൻ്റെ കണക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക്
പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഉൾപ്പെടെയൊക്കെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യവും വ്യക്തവുമായി ലഭ്യമാക്കാറുണ്ട്. പക്ഷേ അത് കള്ള വിവരങ്ങളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കാസർഗോഡ് ഇടുക്കി ജില്ലയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ആൾ ചോദിച്ചു, ഇടുക്കി ജില്ലയിൽ എന്നെ മറ്റ് ഒരു പരിപാടി, ഈ ഒരു ഓൺലൈൻ ക്ലാസ് അല്ലാതെ മറ്റ് ക്ലാസ്സുകളൊന്നും എന്നെ കൊണ്ടവർ എടുപ്പിച്ചിട്ടില്ല. ജില്ലയിലെ സംവിധാനം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാവാം. അപ്പോൾ അതിലൊരു പോലീസുകാരൻ അന്നൊരു സംശയം ചോദിച്ചു, ഈ ഡോക്ടർ എഴുതുന്ന പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിനെ സേവനാവകാശ നിയമപ്രകാരം ലഭ്യമാക്കണമെന്ന് ഉൾപ്പെടുത്താതെ പോലീസ് വകുപ്പിനെ ഏൽപ്പിച്ചതെന്നൊരു ചോദ്യം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു. അപ്പോൾ നമ്മളിത് ലഭ്യമാക്കണോ എന്നുള്ള ചോദ്യവും പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ലഭിച്ച് 3 മാസത്തിനകം ലഭ്യമാക്കണം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് തന്നെയാണിത് ആവശ്യപ്പെടുന്ന ആൾക്ക് ലഭ്യമാക്കാനുള്ള ബാധ്യത, അതല്ലാതെ ആരോഗ്യവകുപ്പിനല്ല. ഈ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. കാരണം ഇതിൽ ഉൾപ്പെട്ട പല വിഷയങ്ങളും വേണ്ടത്ര അവഗാഹമില്ലാതെ അല്ലെങ്കിൽ വേണ്ടത്ര പഠനങ്ങൾ നടത്താതെയാണ് ഇതിൽ പല വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളത്. പോലീസുമായി ബന്ധപ്പെട്ട് 2012 സേവനാവകാശ നിയമം നിലവിൽ വന്നെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, പോലീസുമായി ബന്ധപ്പെട്ട 14 വിഷയങ്ങളിലെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത് 2013 ഇതിനെ സംബന്ധിച്ചുള്ള റൂൾസ് ഇറക്കിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ഭരണപരിഷ്കാര വിഭാഗമാണ്, സർക്കാരിൻ്റെ ഭരണപരിഷ്കാര വിഭാഗമാണ് ഇത് സംബന്ധിച്ചുള്ള റൂൾസ് കൂടാതെ ഇതിന് 4 ഫോംസ് ഉണ്ട്. അപേക്ഷ അല്ലെങ്കിൽ ഈ പരാതി സ്വീകരിക്കുന്ന ഫോം. ഇപ്പോൾ പരാതി സ്വീകരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറവ് പരാതിയിലുണ്ടെങ്കിൽ പരാതി നമ്മൾ അത് രേഖപ്പെടുത്തി അയാൾക്ക് റെസിപ്റ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമതൊരു ഫോമുള്ളത് 1ാം അപ്പീൽ അതോറിറ്റി തീരുമാനമെടുക്കേണ്ട ഫോമാണ്. 3ാമത്തെ ഫോം 2ാം അപ്പീൽ അതോറിറ്റി തീരുമാനമെടുക്കേണ്ട ഫോമാണ്. ഇതെല്ലാം എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 4ാമത്തെ ഫോം എന്ന് പറയുന്നത് ഈ അപേക്ഷ കിട്ടി, അപേക്ഷയിലെ തീരുമാനം രേഖപ്പെടുത്തി തീരുമാനമെടുക്കുന്ന ആൾ അത് ആ ഫയൽ ഡിസ്പോസ് ചെയ്ത ഉത്തരവാണ്. അങ്ങനെ 4 ഫോംസ് ഉണ്ട്. ഇങ്ങനെ 4 ഫോംസ് കേരള പോലീസ് ഇന്നേ വരെ ആരെങ്കിലും ഉപയോഗിച്ചായിട്ട് അറിവില്ല. പോലീസ് സാധാരണ പെറ്റീഷൻ ലഭിച്ചാൽ പോലും പരാതിക്ക് റെസിപ്റ്റ് കൊടുക്കാറില്ല. കൊടുക്കുന്ന റെസിപ്റ്റ് ഈ ഫോം പ്രകാരമല്ല. സേവനാവകാശത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഭരണപരിഷ്കാര കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഫോംസ് കേരള പോലീസ് ഇന്നേ വരെ ഒരെണ്ണം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, കേരള പോലീസിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും സേവനം ആർക്കെങ്കിലും നിഷേധിച്ചു എന്ന കാരണത്താൽ അയാളിൽ നിന്ന് ഏതെങ്കിലും പിഴ ഈടാക്കുകയോ ഏതെങ്കിലും അച്ചടക്ക നടപടിക്ക് വിധേയനാക്കുകയോ സംസ്ഥാനത്ത് അങ്ങനെ സംഭവം നാളിതുവരെ നടന്നിട്ടില്ല. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള 14 വിഷയങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ഒന്ന് പെറ്റീഷനാണ്. അപ്പോൾ പെറ്റീഷനിൽ SHO ആണ്. SHO അന്ന് തന്നെ പെറ്റീഷന് ഞാനീ പറഞ്ഞ ഫോൺ നമ്പർ 1 റെസിപ്റ്റ് കൊടുക്കണം. ഇന്നേ വരെ കേരള പോലീസിൽ ഈ ഫോം ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ വേറൊരു കാര്യം, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ കിട്ടിയ പരാതിക്ക് ഇതിൻ്റെ പരിധിയിലേ വന്നിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലും പരാതി ലഭിക്കുന്നുണ്ട്. അതും ഈ പറയുന്ന സേവനാവകാശത്തിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല. അതായത് SHO വാങ്ങിക്കുന്ന പരാതിയും SC/ST പെറ്റീഷനും മാത്രമേ പെറ്റീഷൻ്റെ പരിധിയിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ SHO വാങ്ങിക്കുന്ന പരാതിക്ക് അന്ന് തന്നെ റെസിപ്റ്റ് കൊടുക്കണം. അതായത് ഫോം നമ്പർ 1 റെസിപ്റ്റ് കൊടുക്കേണ്ടത്. DYSPയുടെ ആണ് ഈ പറയുന്ന SC/ST പെറ്റീഷൻ്റെ നോഡൽ ഓഫീസറായിട്ട് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ SHO ഒരു ദിവസം അന്ന് തന്നെ നോട്ടീസ് ഈ പറയുന്ന കൈപ്പറ്റ് രസീത് കൊടുക്കുന്ന പരാതിയിൽ പരമാവധി SHOയ്ക്ക് എടുക്കാവുന്ന സമയം 15 ദിവസമാണ് പരാതി തീർപ്പാക്കുന്നതിന്. SC/ST പെറ്റീഷനിൽ 10 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൈപ്പറ്റ് രസീത് എന്ന് പറയുന്നത് തന്നെ ഒരു വിഷയമാണ്. അപ്പോൾ പെറ്റീഷനിൽ കൈപ്പറ്റ് രസീത് ഒരു വിഷയമാണ്. ആ വിഷയത്തിന് അന്ന് തന്നെ തീരുമാനം, അതായത് രസീത് കൊടുക്കണം. പെറ്റീഷൻ 15 ദിവസത്തിനകം തീർപ്പാക്കണം. അതൊരു മറ്റൊരു വിഷയമാണ്, രണ്ടാമത്തെ വിഷയമാണ്. SC/ST പെറ്റീഷൻ ആണെങ്കിൽ DYSP ആണ്, അത് 10 ദിവസത്തിനകം തീർപ്പാക്കണം. മൊത്തം പോലീസ് സ്റ്റേഷനുകളിൽ നൽകുന്ന സേവനങ്ങൾ 7 സേവനങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാക്കുന്നത്. അതിലെ ഒരു വാഹനം നമ്മൾ ഏത് സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്താലും 3 ദിവസത്തിനകം റിലീസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു വാഹനം കേസിൽപ്പെട്ട് നമ്മുടെ കസ്റ്റഡി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് MVI പരിശോധനയും ബാക്കി കാര്യങ്ങളുമുണ്ട്. ചിലപ്പോൾ അവിടെ ഈ 3 ദിവസത്തിനകം അത് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഇതൊന്നും വേണ്ടത്ര പഠനമോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഏതോ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് തയ്യാറാക്കി കൊടുത്ത 14 വിഷയങ്ങൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ് ആസ്ഥാനത്തെ ഒരു വിഷയവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പരാതി SP-യെ ഈ പരാതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് ആസൂത്രിതമാണ്. കാരണം പോലീസ് ആസ്ഥാനത്ത് കണ്ടമാനം പരാതി കിട്ടുന്നുണ്ട്. ഇപ്പോൾ സേവനാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പോലീസ് ആസ്ഥാനം വരാൻ പാടില്ല എന്ന് പ്രത്യേകം അവർ താല്പര്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വണ്ടി റിലീസ് ചെയ്യുന്നതിന് 3 ദിവസമാണ് SHOയ്ക്ക് നൽകിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ 3 ദിവസത്തേക്ക് നൽകണം. അതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലീസുകാരുടെ ആശങ്കയ്ക്ക് പ്രസക്തിയുണ്ട്. കാരണം ആ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത് പോലീസല്ല, അത് ആരോഗ്യവകുപ്പാണ്. സ്വാഭാവികമായിട്ടും അത് ആരോഗ്യവകുപ്പിൻ്റെ കോർട്ടിൽ ഇടേണ്ടതായിരുന്നു. പോലീസ് ആസ്ഥാനത്തെ ആളുകൾ കുറച്ച് വിഷയങ്ങൾ ചേർക്കണം. എന്താണെന്ന് വേണ്ടത്ര ബോധവും വിവരവും ഇല്ലാത്തതുകൊണ്ട് ചേർത്ത ചില വിഷയങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്. മറ്റൊന്ന് FIR ഇട്ടാൽ അന്ന് തന്നെ കോപ്പി കൊടുക്കണമെന്നുള്ളതാണ്. അന്ന് തന്നെ, അതിന് വേറെ ദിവസമൊന്നും പോലീസിന് ചോയ്സ് ഇല്ല. അന്ന് തന്നെ FIR ഇട്ടു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് റെസിപ്റ്റ് കൊടുക്കണം. അപ്പം ഇത്രയും സേവനങ്ങളാണ് സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭ്യമാക്കുന്ന സേവനങ്ങളായിട്ട് സേവനാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നൽകുന്ന 2 സേവനങ്ങളുണ്ട്. ഒന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷൻ, അതിന് 20 ദിവസമാണ്. പിന്നൊന്ന് ജോബ് വെരിഫിക്കേഷനാണ്, അതിന് 15 ദിവസമാണ്. ഇപ്പോൾ 15 ദിവസം കൊണ്ട് ജോബ് വെരിഫിക്കേഷൻ നടത്തണം, 20 ദിവസം കൊണ്ട് പാസ്പോർട്ട് വെരിഫിക്കേഷനും നടത്തണം. നമുക്ക് SP-യുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. ഒന്ന് PCC, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതിന് 15 ദിവസമാണ്. പിന്നെ ഒന്ന് പ്രൊസക്ഷനാണ്, പ്രൊസക്ഷന് 7 ദിവസമാണ്. മറ്റൊന്ന് ആംസ് ആൻഡ് എക്സ്പ്ലോസീവാണ്, അതിന് 15 ദിവസമാണ്. മറ്റൊന്ന് മൈക്ക് സാങ്ഷനാണ്, അതിന് 3 ദിവസമാണ്. പിന്നെ മറ്റൊന്ന് പ്രൊസഷനാണ്. പ്രൊസഷന് നേരത്തെ തന്നെ 7 ദിവസ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. 7 ദിവസം മുമ്പേ അപേക്ഷ ലഭിക്കണം. ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വിട്ടുപോയത് സമൻസ് ആൻഡ് വാറണ്ടാണ്. അപ്പോൾ സമൻസ് ആൻഡ് വാറണ്ട് കോടതിയുടെ പോസ്റ്റിംഗ് ഡേറ്റിനെ അതിന് തൊട്ട് മുമ്പ് നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര ദിവസമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പിന്നുള്ളത് ഫോറിനേഴ്സ് രജിസ്ട്രേഷനാണ്, അതും SP-യുടെ ഓഫീസാണ്, അതിനനുവദിച്ചിട്ടുള്ളത് 7 ദിവസമാണ്. ഈ പറഞ്ഞ 14 സേവനങ്ങളിൽ ഒരു രീതിയിലും പോലീസ് ചെയ്യേണ്ടതല്ലാത്ത ഒരു കാര്യമാണ് ആംസ് ആൻഡ് എക്സ്പ്ലോസീവ്. കാരണം ഇത് ഈ ഉൾപ്പെടുത്തി നോട്ടിഫിക്കേഷന് വേണ്ടി തയ്യാറായി കൊടുത്ത പോലീസ് ആസ്ഥാനത്തിരുന്ന ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ആ ഫയൽ കണ്ട ആർക്കും തന്നെ മനസ്സിലായില്ല ആംസ് ആൻഡ് എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട ഫയൽ പോലീസ് അല്ല പ്രധാനി
അല്ലെങ്കിൽ പോലീസല്ല അതിൻ്റെ പ്രധാന വകുപ്പ്. അത് ജില്ലാ ഭരണകൂടമാണ്, കളക്ടറേറ്റാണ്. കളക്ടറേറ്റിൽ ലഭിക്കുന്ന ഒരു അപേക്ഷ പോലീസിന് അങ്ങനെ അപേക്ഷ നേരിട്ട് സ്വീകരിക്കാൻ യാതൊരു അവകാശവും ഇല്ല. കളക്ടറേറ്റിൽ ലഭിക്കുന്ന ഒരു അപേക്ഷ അത് പോലീസിനും മറ്റ് വകുപ്പുകൾക്കും കൈമാറുന്ന കൊടുത്തിട്ട് അത് പിന്നെ ജിയോളജി കൊടുക്കും, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് വകുപ്പുകൾക്ക് കൈമാറുന്ന കൂട്ടത്തിലാണ് ആംസിൻ്റെ എക്സ്പ്ലോസീവിൻ്റെയൊക്കെ അപേക്ഷ പോലീസിന് കൈമാറി കിട്ടുന്നത്. ഇനി ആംസ് ആൻഡ് എക്സ്പ്ലോസീവ് 15 ദിവസം പറഞ്ഞിരിക്കുകയാണ്. കേരള പോലീസ് ഇന്നേ വരെ ആംസ് ആൻഡ് എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ കിട്ടി 15 ദിവസത്തിനകം അതിനൊരു തീർപ്പാക്കൽ നടപടി ഉണ്ടായിട്ടില്ല. തീർപ്പാക്കൽ നടപടി എന്ന് പറഞ്ഞാൽ അപേക്ഷ കിട്ടി, അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിക്കുന്നു, DYSP കണ്ട് SP ഓഫീസ് കണ്ട് കളക്ടർക്ക് അതിന് പോലീസിന് അതിൽ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന നിലപാട് അറിയിക്കുക എന്നുള്ളതാണ്. അത് 15 ദിവസത്തിനകം ഒരു കാരണവശാലും നടക്കാറില്ല. ഞാൻ 3 ജില്ലകളിൽ ഭരണവിഭാഗം DYSP ആയിട്ടിരുന്നിട്ടുള്ളതാണ്. അത് പിന്നെ മാസങ്ങളെടുക്കുന്ന കേസുകൾ വരെയുണ്ട്. ഞാൻ ഇത് ഒരു വിവരാവശ്യത്തിലൂടെ ട്രിവാൻഡ്രം റൂറൽ ജില്ലയിൽ ഇതിൻ്റെ ഫയൽ ചോദിച്ചു. അവർ അത് തരാനായിട്ട് തയ്യാറായിട്ടില്ല. അതിൽ കമ്മീഷണറുടെ അപ്പീലുണ്ട്. ഏതായാലും ശരി, ഇതിന് അനുഭവിച്ചിട്ടുള്ള ആ ആംസ് ആൻഡ് എക്സ്പ്ലോസീവ് ഇവിടെ ചേർത്ത് തന്നെ നിയമവിരുദ്ധമാണ്. വേണ്ടത്ര പഠനമോ വേണ്ടത്ര ഗൃഹപാഠമോ ചെയ്യാതെയാണ് ഈ ആംസ് ആൻഡ് എക്സ്പ്ലോസീവുമായി ബന്ധപ്പെട്ട വിഷയം സേവനാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം പോലീസിന് സ്വാഭാവികമായിട്ട് അപേക്ഷ സ്വീകരിക്കുമ്പോൾ മാത്രമേ ഫോം 1 ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ ഫോം 1 അപേക്ഷ നമ്മൾ സ്വീകരിക്കുന്നില്ല, കളക്ടറേറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും യാതൊരു വിവരാവകാശ നിയമത്തിന് നമുക്ക് അല്പമൊക്കെ പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അതിന് ചെറിയ പല്ലും നഖമൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയുമ്പോൾ ഒരു പ്രസക്തിയുമില്ലാത്ത യാതൊരു വിധമായ സേവനവും ആളുകൾക്ക് പോലീസിൽ നിന്ന് ലഭ്യമാക്കാൻ അനുകൂലമല്ലാത്ത ഒരു നിയമം കള്ളക്കണക്ക് കൊടുത്ത് 10,000-കണക്കിന് സേവനങ്ങൾ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു നിയമമായിട്ട് ഈ സേവനാവകാശ നിയമം അധപ്പതിച്ചിട്ടുണ്ട്. മറ്റു വകുപ്പുകളിലും സ്ഥിതി വ്യത്യസ്തമൊന്നും അല്ല. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അഡീഷണലായിട്ട് ഇതിന് ഫീസുകളൊന്നുമില്ല. 1-ാം അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് പ്രത്യേക ഫീസില്ല, 2-ാം അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് പ്രത്യേകം ഫീസില്ല. ഇപ്പോൾ SHO ആണ് ഇതിലെ നിയുക്ത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സേവനം ലഭ്യമാക്കേണ്ടതെങ്കിൽ 1-ാം അപ്പീൽ സർക്കിൾ ഇൻസ്പെക്ടറും, കാരണം SI SHO ആയിരിക്കുമ്പോഴാണ് ഈ നിയമം വന്നത്, അതുകൊണ്ട് പിന്നീട് ഇതിന് മാറ്റമൊന്നും വന്നില്ല. 2-ാം അപ്പീൽ നമ്മൾ DYSP ആണ്. ഇപ്പം ഇനി സർക്കിൾ ഇൻസ്പെക്ടർക്ക്, അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഇതിൻ്റെ പരിധിയിലേ പെട്ടിട്ടില്ലായിരുന്നു. കാരണം പുള്ളി സേവനാവകാശത്തിലെ 14 വിഷയത്തിൻ്റെയും നോഡൽ ഓഫീസറല്ല. DYSPയും അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും ഒക്കെയാണ് സേവനം ലഭ്യമാക്കേണ്ടെങ്കിൽ 1-ാം അപ്പീൽ അതോറിറ്റി SPയും 2-ാം അപ്പീൽ അതോറിറ്റി DIGയുമാണ്. അതല്ല, ഇനി SP ലഭ്യമാക്കേണ്ട സേവനങ്ങളിൽ 1-ാം അപ്പീൽ അതോറിറ്റി DIGയും 2-ാം അപ്പീൽ അതോറിറ്റി ADGPയുമാണ്. മൊത്തത്തിൽ പരിശോധിച്ചാൽ നാളിതുവരെ സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടൊരു ഒരു അപ്പീലും ഒരു മേലുദ്യോഗസ്ഥനും പരിഗണിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളെയും ശിക്ഷിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളുടെ കയ്യിൽ നിന്നും ഫൈൻ ഈടാക്കേണ്ടതോ അച്ചടക്ക സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഈ നിയമം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഏതാണ്ട് ഇതിലെ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരൊറ്റ വിഷയവും പോലീസ് ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് സംബന്ധിച്ചുള്ള ഒരു കാര്യവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മുടെ പോലീസ് ആസ്ഥാനം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണെന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.